2025 കർക്കിടകം, ചിങ്ങം, കന്നിമാസങ്ങളിൽ ജനിച്ച രോഹിണി നക്ഷത്രക്കാർക്ക് ജനിച്ച മാസം അറിയുന്നതിന് ജാനുവരി 10 ജനിച്ചതെങ്കിൽ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും. അപ്പോൾ ആദ്യം കർക്കിടക മാസത്തിൽ ജനിച്ചവർക്ക് നോക്കാം. ജാനുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, അംഗീകാരമെല്ലാം കിട്ടും. കിട്ടാനുള്ള പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. കേസ് വഴക്കിനൊന്നും പോകരുത്. ജോലിക്കും പ്രൊമോഷനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം കാര്യവിജയം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷൻ പോലെയുള്ളതിന് നല്ലതാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. അച്ഛനും മക്കളും ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. അംഗീകാരമെല്ലാം കിട്ടും. എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമായിട്ടാണ് കാണുന്നത്. അവർക്ക് അത്ര നല്ല മാസമൊന്നും അല്ല. മാർച്ച് മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. എന്തെങ്കിലും ഓപ്പറേഷനും വേണ്ടിക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. അച്ഛനും മക്കൾക്കും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നല്ല ഉല്ലാസ യാത്ര പോകാൻ നല്ലതാണെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ഏപ്രിൽ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്. അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. മെയ് മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്. സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ട്രാൻസ്ഫർ ഉണ്ടാകുക, ആരെങ്കിലും പറ്റിക്കുക, ചടിയിൽപ്പെടുക, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, വ്യക്തിപരമായ പ്രശ്നങ്ങളും എല്ലാം കാണുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങൾ പൊതുവെ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പുതിയ കർമ്മം ഏറ്റെടുക്കാൻ പറ്റിയതാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സമെല്ലാം കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ അച്ഛനും മക്കൾക്കും സഹോദരങ്ങൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. നല്ല മാസമല്ല. പുതിയ കർമ്മം തുടങ്ങാൻ പറ്റിയതല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, ട്രാൻസ്ഫർ, വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പൊതുവെ കുടുംബപരമായ കാര്യങ്ങൾക്ക് മാത്രമേ അല്പമെങ്കിലും നന്നായിട്ട് കാണുന്നുണ്ട്. അതും ചില പ്രയാസങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടത് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ അത്ര നല്ല മാസമൊന്നും അല്ല. ഒക്ടോബർ മാസം
കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ്. പൊതുവെ കുടുംബപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു മാസമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമില്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, ചില മനസമാധാനക്കുറവ്, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും പാര വെക്കാനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ്. നവംബർ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതെല്ലാം നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ മക്കളും പിതാവ്, ഗ്രാൻഡ് പാരൻസ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഡിസംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, ടെൻഷൻ, അലച്ചിൽ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഇനി ചിങ്ങമാസം ജനിച്ചവരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നു. ഫെബ്രുവരി മാസത്തിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. മാർച്ച് മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ പെട്ടെന്ന് അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും വിജയം നേടും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വല്ല ഓപ്പറേഷനും വേണ്ടിയിട്ടും നല്ലതാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ഏപ്രിൽ മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. അച്ഛനും മക്കൾക്കും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസയാത്രയെല്ലാം പോകാൻ നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മെയ് മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്. അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. ആരോഗ്യപരമായിട്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ അലസത, ആരെങ്കിലും പറ്റിക്കുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, കളവ് പോവുക, അനാവശ്യ ചെലവുകൾ, ഇതെല്ലാം കാണുന്നുണ്ട്. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. ജൂൺ ജൂലൈ മാസങ്ങൾ പൊതുവെ കാര്യവിജയം നേടുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ഓഗസ്റ്റ് മാസം കാര്യവിജയം, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്.
ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, അംഗീകാരം കിട്ടും, വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണെങ്കിലും തൊഴിൽപരമായിട്ട് നല്ലതല്ല, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം. സെപ്റ്റംബർ മാസം കാര്യവിജയമെല്ലാം കാണുന്നുണ്ട്, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. പക്ഷേ അതേപോലെ തന്നെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം, വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാതാവിന് അത്ര നല്ലതല്ല, പക്ഷേ സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ഒക്ടോബർ മാസം കാര്യവിജയം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ലതാണെങ്കിൽ സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല. അതേപോലെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം കാര്യവിജയം നേടാം, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ഓപ്പറേഷന് നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, മാതാവിന് നല്ലതാണ്, വിദ്യാഭ്യാസപരമായിട്ട്. അതേപോലെ തന്നെ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും നല്ലതാണ്, വീട് നിർമ്മാണത്തിന് നല്ലതാണ്, കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള എന്നെ നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ തൊഴിൽപരമായിട്ട് നല്ലതല്ല, ജോലിക്ക് തടസ്സവും പ്രമോഷൻ തടസ്സവും കാണുന്നുണ്ട്. ഡിസംബർ മാസം കാര്യവിജയം നേടാം, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ഓപ്പറേഷന് നല്ലതാണ്, ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ്, സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല, മനസ്സമാധാനക്കുറവ്, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഇനി കന്നിമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. ജാനുവരി മാസം അച്ഛനും മക്കൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്, യാത്രകൾ, ഉല്ലാസയാത്രയെല്ലാം പോകാൻ നല്ലതാണ്, ദൂരെ യാത്രകളെല്ലാം ചിലപ്പോൾ വേണ്ടി വരും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്, വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. പക്ഷേ വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത തടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഫെബ്രുവരി മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്, കേസ് വഴക്കിനൊന്നും പോകരുത്, ആരോഗ്യപരമായിട്ട് നല്ലതല്ല, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങൾ, വ്യക്തിപരമായ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. മാർച്ച് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത്, യാത്രകൾ നല്ലത്, ഉല്ലാസയാത്രകൾക്കെല്ലാം പറ്റിയ മാസമാണ്, ദൂരെ യാത്രകൾ, അതിലൂടെ ഗുണാനുഭവങ്ങൾ, ദാമ്പത്യപരമായിട്ട് നല്ലത്, വിവാഹ കാര്യങ്ങളൊക്കെയെല്ലാം നല്ലത്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം, വ്യക്തിപരമായ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഏപ്രിൽ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസയാത്രയിലും പോകാൻ പറ്റിയതാണ്, കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ വ്യക്തിപരമായ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളുമെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്.
മെയ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. പക്ഷേ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയപ്പെടുക, ട്രാൻസ്ഫർ, പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. വേണ്ടാത്ത പ്രശ്നത്തിനൊന്നും കൊണ്ട് തലയിടരുത്. ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ജൂലൈ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും. ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിലെ കണ്ടെത്തും. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ, അങ്ങനെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളും തടസ്സങ്ങളും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒരു നിലയിൽ നോക്കുമ്പോൾ ജോലിയുടെ ഭാവത്തിന് വളരെ നല്ലതായിട്ട് കാണുന്നു. വേറൊരു രൂപത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ മൂലമാകാം, അല്ലെങ്കിൽ അവിടെയുള്ള ഓവർ വർക്ക് കൊണ്ടായിരിക്കാം. എന്തോ കൊണ്ട് ജോലി സ്ഥലത്തല്ല, അതിൻ്റേതായ ചില പ്രയാസങ്ങളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം പൊതുവെ വ്യക്തിപരമായി, ആരോഗ്യപരമായി നല്ലതായിട്ട് കാണുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ സമയമാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്താൻ പറ്റും. പക്ഷേ മാതാവിന് മാസം അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുമ്പോൾ സൂക്ഷിക്കണം. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിൻ്റെ ചെറിയ തടസ്സങ്ങളും ഉണ്ടാക്കിയേക്കാം. ഒക്ടോബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. നവംബർ മാസം പൊതുവെ നല്ലതായിട്ട് കാണുന്നു. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ഡിസംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ടാണ് കാണുന്നത്.